പ്രിയമുള്ളവരെ, ഉയിർപ്പ് കാലം 4-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉയിർപ്പ് കാലത്തെ ഓരോ ഞായറാഴ്ചയും ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടുന്ന വിവരണങ്ങളാണല്ലോ നാം ശ്രവിക്കുന്നത്. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ആണ് നമ്മൾ ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പാരമ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സമാപന ഭാഗമാണ് ഇത്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ പ്രേക്ഷിത ദൗത്യമേൽപ്പിക്കുകയാണ്. കർത്താവ് നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരെയും ഗലീലയിലെ മലയിലേക്ക് കൊണ്ടുപോയി എന്നാണ് സുറിയാനി ബൈബിളുകളിൽ കാണുന്നത്. മലയിലേക്ക് പോയതിൻ്റെ അർത്ഥമെന്താണ്? ഈശോ ഒരു ഉയർന്ന തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മാനുഷിക തലത്തിൽ നിന്നും ദൈവിക തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഉത്ഥാനം വഴി. ഉദ്ധിതനായ ഈശോ ആ ഉയർന്ന ദൈവിക മേഖലയിലേക്ക്, ഡിവൈൻ മില്യൂ, അതിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗം നമുക്കറിയാം. അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട്, മോശയുടെ നിയമം പൂർത്തിയാക്കിക്കൊണ്ട് നടന്ന ആ മലയിലെ പ്രസംഗത്തിലൂടെ കർത്താവ് നൽകിയ പുതിയ ഒരു മൂല്യ ശ്രേണി, മൂല്യ സുവിശേഷം, അതെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആ മലയിലേക്ക് പോകുന്നത് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ശിഷ്യന്മാരെ ഉയർന്നൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈശോയുടെ ഉത്ഥാനത്തെ മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. ആത്മീയമായ ഒരു ഉയർച്ച നമുക്ക് ഉണ്ടാകണം. അങ്ങനെ അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ മലയിലേക്ക് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, മലയിൽ വെച്ചാണല്ലോ 10 കൽപ്പനകൾ മോശയ്ക്ക് ലഭിച്ചത്. ഇതുപോലെ മറ്റൊരു മലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ഈശോ അതിൻ്റെ പൂർത്തീകരണമായ മലയിലെ പ്രസംഗം, ഗിരിപ്രഭാഷണമൊക്കെ നൽകി. ഇതുപോലെ തന്നെ അതുപോലെയുള്ളൊരു മലയിൽ വെച്ച് തൻ്റെ ദിവ്യ ദൗത്യം അവിടുന്ന് പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഈശോയെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. സഗേതെന്നാണ് സുറിയാനിയിലും, പ്രോസ്കിമിനസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ. അതിൻ്റെ അർത്ഥം ഈശോയുടെ ദൈവത്തെ ആണല്ലോ ആരാധിക്കുന്നത്. ഈശോയുടെ ആ മഹത്വം അവർ കണ്ട് ആരാധിച്ചു. അതേസമയം തന്നെ വസ്തുനിഷ്ഠമായി എഴുതുന്ന മത്തായി ചിലർ സംശയിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു അത്ഭുതം, വിസ്മയം കൂടി അതിന് ഉൾച്ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് ഈശോ അവരെ സമീപിച്ച 18-ാമത്തെ വാക്യത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഭൂമിയിലുള്ള തൻ്റെ ദൗത്യമായിരുന്നുവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ഈശോ സ്വർഗത്തിൽ ദൈവികമായ തൻ്റെ ദൗത്യം, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം നൽകപ്പെട്ടവനാണ് താൻ എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ദൈവികമായ തൻ്റെ ഒരു ദൗത്യം. അതിനുശേഷം ഈശോ അരുളി ചെയ്യുകയാണ്, ഈ അധികാരം വെച്ചുകൊണ്ട് ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആ സുവിശേഷം എഴുതിയിരിക്കുന്നത് യൂതന്മാർക്ക് വേണ്ടി, യഹൂദ സമൂഹത്തിന് വേണ്ടിയാണ്, യൂദയായിലെ സഭയ്ക്ക് വേണ്ടിയാണ് നമുക്കറിയാമല്ലോ. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാരെ 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞു വിടുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ വിജാതിയരുടെ വഴിയിലേക്ക് പോകരുത്, സമറയക്കാരുടെ പട്ടണങ്ങളിലേക്ക് പ്രവേശിക്കുകയും അരുത്. മത്തായി 15:24 പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്കാണ്. വിജാതീയ സ്ത്രീയോട് പറയുന്നതാണ്. ഇവിടെ എന്നാൽ അങ്ങനെയല്ല, സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. മിസ്യോൺ ആദ് ജന്തസ്, എല്ലാ ജനതകളെയും, അതായത് പരിധി വിട്ട്, ആ സുവിശേഷത്തിൻ്റെ പരിധിക്കപ്പുറം. മത്തായിയുടെ സുവിശേഷം യഹൂദ ജനതയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ സുവിശേഷത്തിൻ്റെ അന്ത്യമാകുമ്പോഴേക്കും അതിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറുകയാണ്. സകല ജനതകളെയും, എല്ലാ നേഷൻസ്, എല്ലാ ജനപദങ്ങളെയും ശിഷ്യപ്പെടുത്തുവാൻ പറയുകയാണ്. ശിഷ്യപ്പെടുത്തുക, തൽമീദ സുറിയാനിയിൽ, അതിൻ്റെ അർത്ഥം പ്രബോധനം നൽകുക, ഈശോയുടെ ആ ദിവ്യ മൂല്യങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക. സുവിശേഷം പ്രഘോഷിക്കുക മാത്രമല്ല, അവരെ ബോധ്യപ്പെടുത്തി ആ ശിഷ്യത്വം, യഥാർത്ഥ ഗുരുവായ ഈശോയെ കണ്ടെത്തി ആ ശിഷ്യരാക്കുക. അങ്ങനെയുള്ള ശിഷ്യത്വത്തിലേക്കുള്ള ഡിസൈപ്പിൾഷിപ്പ്, അതിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, മാമോദീസ നൽകുവിൻ.
വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും അതുപോലെ തന്നെ നടപടി പുസ്തകത്തിലെല്ലാം ഈശോയുടെ നാമത്തിലാണ് സ്നാനമെങ്കിൽ ഇവിടെ ത്രിത്വത്തിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ നൽകുവിൻ എന്നുള്ള ആഹ്വാനമാണ്. അതായത് ആദിമസഭയുടെ വികസിതമായ ആ മാമോദീസായുടെ ഫോർമുല, അതിൻ്റെ രൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ത്രിത്വൈക നാമത്തിൽ മാമോദീസ കൊടുക്കുവിൻ. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് 108 ആണല്ലോ അദ്ദേഹം കാലം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിൻ ദ മാർട്ടിയർ, റോമിലുള്ള രക്തസാക്ഷിയായ ജസ്റ്റിൻ 165 അവരൊക്കെ ഈ ത്രിത്വത്തിൻ്റെ നാമത്തിലുള്ള മാമോദീസയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മാമോദീസായിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ നാമം അത് ആ വലിയ സ്നേഹ ഐക്യത്തിലേക്ക് വരികയാണ്. വിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ കൊളോണിൽ വെച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ത്രിത്വൈക സ്നേഹത്തിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുവാൻ നിങ്ങൾ ആകർഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ സ്നേഹത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ക്ഷണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം ഈ ഒരു വലിയ ദൈവിക സഹവാസത്തിലേക്കുള്ള ഒരു വിളിയാണ്. അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള മാമോദീസ. ഇവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ പോകുവിൻ. മിസ്സിയോ, ലത്തീൻ കുർബാന അവസാനിക്കുന്നതാണ് ഇത്തേ മിസ്സ എസ്ത്. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഡിസ്മിസൽ, ദിസ് ഈസ് മിഷൻ. അപ്പോൾ അതായത് കുർബാനയ്ക്ക് ശേഷം സംഭവിക്കുന്നത് ആ ദൗത്യവുമായി പോകുവിൻ. അപ്പോൾ കർത്താവ് പോകുവാൻ ആഹ്വാനം ചെയ്യുകയാണ്, ആ വലിയ ദൗത്യം നൽകുകയാണ്. നിങ്ങൾ പോകുവിൻ. 2, ശിഷ്യപ്പെടുത്തുവിൻ, പ്രബോധനങ്ങൾ നൽകുവിൻ. 3, മാമോദീസ നൽകുവിൻ, ആ ദൈവികമായ ആ കൂദാശ നൽകുവിൻ. അതിനുശേഷം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം ആചരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. അപ്പം മാമോദീസ നൽകിയതിന് ശേഷമുള്ള തുടർ പ്രബോധനം, ദിവ്യരഹസ്യങ്ങളിലുള്ള അധ്യയനം അത് നൽകുവിൻ. അങ്ങനെ ഒരു കൃത്യമായ ഒരു പദ്ധതി കർത്താവ് അവതരിപ്പിക്കുകയാണ്, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പദ്ധതി. 1, കർത്താവിൻ്റെ ആ ദൗത്യം സ്വീകരിച്ച് പോകുക. 2, ശിഷ്യപ്പെടുത്തുക, അത് എല്ലാവരെയും സുവിശേഷം അറിയിച്ച് ബോധ്യപ്പെടുത്തി പ്രബോധനം നൽകി ശിഷ്യപ്പെടുത്തുക. 3, അവർക്ക് സ്നാനം നൽകുക, വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കുക, മാമോദീസ നൽകുക. 4, പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ പഠിപ്പിക്കുവിൻ. ഈശോ പഠിപ്പിച്ചത് പിതാവിനെ അനുസരിച്ചതുപോലെ അനുസരിക്കുവാനുള്ള പ്രബോധനം നൽകുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന പ്രമേയം തന്നെയാണല്ലോ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടി. അപ്പം ഈശോ ദൂരെ നിന്നുകൊണ്ട് നിർദ്ദേശം നൽകി കടന്നു പോവുകയല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ മിഷൻ, ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുക എന്നാൽ ഈശോയോട് കൂടിയുള്ള ഒരു പ്രഘോഷണമാണ്. ഈശോ കൂടെയുണ്ട്, ഞാൻ യുഗാന്തം വരെയും, യുഗാന്തം മാത്രമല്ല യുഗാന്തം കഴിഞ്ഞും കൂടെയുള്ളവനാണ്, എന്നേക്കുമുള്ളതാണ്. ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനം കടന്നു പോവുകയില്ല എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈശോയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തി ഉദിതനായ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ലോകാവസാനം വരെയും നൽകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ ചൈതന്യത്തിൽ സുവിശേഷ ദൗത്യത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. വത്തിക്കാൻ കൗൺസിലിൽ ജനതകൾക്ക് വേണ്ടിയുള്ള പ്രേക്ഷിത പ്രവർത്തനം ആദിജന്തസ് അതിൽ 2-ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്, സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷം പങ്കുവെച്ച് നൽകണം, സുവിശേഷം സ്വീകരിക്കണം, അത് പങ്കുവെച്ച് ജനങ്ങൾക്ക് കൊടുത്ത് ആ ദൈവികമായ ആ സന്ദേശം എത്തിക്കണം. ഇന്നത്തെ ലോകം കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. തിന്മ നിറഞ്ഞ ലോകം, പ്രതികാര ചിന്തകളുള്ള, യുദ്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, പലതരത്തിലുള്ള വിഭാഗീയതയും അസാൻമാർഗികതയും ശത്രുതയും എല്ലാം വളർന്നു വരുന്ന ലോകത്തിൽ ഈശോയുടെ സുവിശേഷത്തിന്, സ്നേഹത്തിൻ്റെ ആ കൽപ്പനയ്ക്ക്, സ്നേഹത്തിൻ്റെ മാതൃകയ്ക്ക്, ആ ബലിയുടെ ആ സന്ദേശത്തിനൊക്കെ വലിയ പ്രസക്തി ഇന്ന് ലോകത്തിനുണ്ട്. അത് പങ്കുവെച്ച് കൊടുക്കുവാനുള്ള വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതിനെല്ലാം ശക്തി നൽകുന്നത് ഈശോയുടെ ദിവ്യ സാന്നിധ്യമാണ്. ഉദിതനായ ഈശോ നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കും. യുഗാന്ത്യം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കുർബാനയുടെ രാസക്ര കുർബാനയിൽ
കണ്ടാലും ഞാൻ എന്നാളും ലോകാന്തം വരെ എന്നെന്നും നിങ്ങളോടൊത്ത് വസിച്ചിടുമെന്ന് 3 പ്രാവശ്യം ആലപിച്ചതിന് ശേഷമാണ് കുർബാനയുടെ ആ ദിവ്യരഹസ്യങ്ങളുടെ ഭാഗങ്ങളിലേക്ക്, ആ കുമ്പിടിൽ ശുശ്രൂഷയുടെ സമയത്ത് ആലപിച്ചതിന് ശേഷമാണ് അതിൽ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത്. ശിഷ്യരോടൊത്ത് വസിച്ചതുപോലെ ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്ന് സമൂഹം ഏറ്റുപാടുന്നു. അപ്പോൾ ഈ ഒരു വാക്യം നമ്മുടെ കുർബാനയിൽ വളരെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന ജോഷുവ 1 മുതൽ 9 വരെ, മോശയ്ക്ക് ശേഷം ജോഷുവയെ ദൈവം ഈ ജോർദാൻ കടന്ന് ഇസ്രായേലിലെ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നടത്തുമ്പോൾ, മോശയോടുകൂടി നിന്നതുപോലെ ഞാൻ നിന്നോടുകൂടി ഉണ്ട്. 5-ാം വാക്യം, ജോഷുവ 1:5, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ശക്തനും ധീരനുമായിരിക്കുക. 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഈ വാക്കുകൾ. ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ശക്തനും ധീരനുമായിരിക്കുക. ന്യായപ്രമാണങ്ങൾ നിൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നത് നീ പാലിക്കണം, അതിൽ നിടം വലം തിരിയരുത്, അതിൽ ആപകൽ ധ്യാനിക്കണം. അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ആ ജനതയെ നയിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. അപ്പം ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന ഇതുപോലെയുള്ള ആ ഒരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ്. 2-ാമത്തെ വായനയിലും ഇത് തന്നെയാണ്. ഒദേദിൻ്റെ മകൻ അസറിയായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും, ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 15 1 മുതൽ 7 വരെ. 2-ാമത്തെ വാക്യം, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുക, അങ്ങനെ ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, നിങ്ങൾ അവിടുത്തെ അന്വേഷിക്കുവാൻ കണ്ടെത്തും. യാക്കോബ് 4:8 വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ അവൻ നിന്നോടും ചേർന്നിരിക്കും. അങ്ങനെ കഷ്ടതകൾ നേരിടുമ്പോൾ അവർ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേരെ തിരിഞ്ഞു, അവർ അവനെ അന്വേഷിച്ചു കണ്ടെത്തി. അതായത് കർത്താവ് കഷ്ടത നിറഞ്ഞ ലോകത്തിൽ അവരുടെ കൂടി ഉണ്ടായിരിക്കുന്നു, അവർക്ക് ശക്തി നൽകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അമ്മനുവേൽ, ദൈവം നമ്മോടുകൂടി എന്നുള്ള ആ പ്രമേയം, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും, മത്തായി 18:20. അതൊക്കെ പൂർത്തിയാക്കുന്ന വാചകമാണല്ലോ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്ന യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇത് ഒരു വ്യക്തി, ഒരു വിശ്വാസി സ്വായത്തമാക്കുമ്പോഴാണ് അവൻ ശിഷ്യത്വത്തിൽ വളർച്ച നേടുന്നത്. ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ ശിഷ്യത്വത്തിൽ വളർന്നോ എന്ന് പരിശോധിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. 2 കൊറിന്തോസ് 13:5 മുതൽ 10 വരെ. ഈശോ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ വളർച്ച, ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ ഉപരി ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഞാൻ തനിച്ചല്ല, കർത്താവ് എന്നോട് കൂടി ഉണ്ട്. അപ്പം കർത്താവിൻ്റെ പ്രേക്ഷിത ദൗത്യങ്ങളിലെല്ലാം ശക്തി പകർന്നുകൊണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് സത്യത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ കൊറിന്തോസുകാരുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ വളർത്തിയെടുക്കുവാൻ കർത്താവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ശിഷ്യത്വത്തിലുള്ള വളർച്ച ഈശോ നമ്മളിൽ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. ഈശോ നമ്മളില്ലാത്ത അവസ്ഥ, എക്ലിപ്സ് ഓഫ് ഗോഡ് എന്ന് ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ പറയാറുണ്ട്. ദൈവഗ്രഹണം സംഭവിക്കുന്ന ആ ഈശോ ക്രിസ്തു ഗ്രഹണം സംഭവിക്കുന്ന ഹൃദയം, അത് പൊള്ളയായ ശൂന്യമായ ഹൃദയമാണ്. അപ്പോൾ ഈ ക്രിസ്തു ഇല്ലാത്തപ്പോൾ മറ്റു പല കാര്യങ്ങളും അവിടെ വന്നു ചേരുന്നു, അവിടെ അസ്വസ്ഥമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ പ്രതിഷ്ഠിക്കുക. ഈശോ നമ്മുടെ ഉള്ളിൽ കർത്താവ് വരാൻ സാധിക്കും. അടച്ചിട്ട മുറികളിൽ കിടക്കുന്നത് പോലെ അടച്ചിട്ട ഹൃദയങ്ങളിലും കർത്താവിന് കടക്കാൻ കഴിയും ഉദ്ധിതനായ ഈശോയെ. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഈശോ ജീവിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നു, യുഗാന്തം വരെ അവൻ കൂടെയുണ്ട്. ആ ഒരു പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ദൗത്യം പങ്കുവെച്ചു കൊടുക്കുവാൻ, ആ സുവിശേഷ ദൗത്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുർബാന അർപ്പണവും നമ്മുടെ പ്രാർത്ഥനയും ക്രിസ്തീയ ജീവിതവും എല്ലാം സാക്ഷ്യത്തിലേക്ക് വഴി തുറക്കുന്നതായിരിക്കണം. കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് എല്ലാവരെയും ആനയിക്കുവാൻ, നമ്മുടെ മാതൃകകൾ വഴി, പ്രവർത്തനങ്ങൾ വഴി ആനയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ആ പ്രേക്ഷിത ദൗത്യം അത് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബലിയിൽ പങ്കുചേരുകയും ഈ ഞായറാഴ്ച ആചരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.